ഒരു തൊഴിലാളി പാർട്ടിയായ LDF പാർട്ടി ഒരു തൊഴിലാളിയുടെ അന്നം മുട്ടിച്ചുകൊണ്ട് സ്വന്തം തെറ്റ് മറച്ചു വയ്ക്കുന്നു. അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്ന രീതി പോലെ. എങ്ങനെയാ വന്ന് എല്ലാരും കൂടി എല്ലാരും കൂടെ വളഞ്ഞ് 3 വണ്ടി അടിച്ചു. 3 വണ്ടി അടിച്ചു. ഓക്കെ. ആർക്കെങ്കിലും പരിക്കുണ്ടോ? ഒരു ഡ്രൈവർക്ക് പരിക്കുണ്ട്, കണ്ണിലൊക്കെ പരിക്കുണ്ട്. ചില്ലി തെറിച്ചോ? അല്ല, കല്ല് വെച്ച് ഇടിച്ചതാ. ഹോസ്പിറ്റലിലായ. ആരാ അത്? നമ്മളെ കൂടെ വന്ന ഒരു ഡ്രൈവറാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പാർട്ടിക്കോ നിങ്ങളുടെ പാർട്ടി നേതാവിനെതിരെയോ അല്ല ED റെയ്ഡ് വന്നത്. നിങ്ങളുടെ പാർട്ടിയെ തോൽപ്പിച്ച നേതാവിന്റെ മകൾക്കെതിരെയാണ് ED റെയ്ഡ് വന്നത്. വീണയ്ക്ക് മാസം 5 ലക്ഷം രൂപ, വീണയുടെ കമ്പനി എക്സാലോജിക്കിന് 3 ലക്ഷം, മാസം 8 ലക്ഷം, അങ്ങനെ ഒരു വർഷം 96 ലക്ഷം. ആകെ 2,78,00,000 രൂപയാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ ടി കൈപ്പറ്റിയത്. അതിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, നിങ്ങൾക്ക് പ്രതിഷേധിച്ചോളൂ. പക്ഷെ ഒന്നും അറിയാത്തൊരു ടാക്സിക്കാരന്റെ വണ്ടി നിങ്ങൾ എന്തിനാണ് അടിച്ചു തകർത്തത്? അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആ വാഹനം കണ്ടാൽ തന്നെ അറിയാം അതൊരു ടാക്സിയാണ്. അവനെ ഓട്ടം വിളിച്ചു അവന്റെ ഉപജീവനം നടത്താൻ വേണ്ടി അവൻ വന്നു. ഭയപ്പെട്ടോ? ഭയപ്പെടില്ല. പിന്നെ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ സാധാരണ ഈ പാർട്ടിക്കാരും തൊഴിലാളികളൊക്കെയാണ്. പക്ഷേ ജനക്കൂട്ടം അത് മനസ്സിലാക്കുന്നില്ല. ഇത് ടാക്സി, നമ്മൾ ഓടുന്ന വണ്ടികളാണ്, അന്നന്ന് ഓടി നമ്മൾ ജീവിക്കുന്നവരാണ്. അത് ഈ ആക്രമിച്ചവരാരും നോക്കുന്നില്ലല്ലോ. അവന്റെ അന്നമല്ലേ നിങ്ങൾ മുട്ടിച്ചത്? തന്തയില്ലാത്തനല്ലേ നിങ്ങൾ കാണിച്ചത്? കാട്ടിലെ ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം, എതിർത്ത് തോൽപ്പിക്കാം. പക്ഷെ നാട്ടിലെ മനുഷ്യരെ പേടിക്കണം. അപ്പോ ഈ കേസിനെ ആസ്പദമാക്കി ഒരുപാട് പേർക്ക് റിമാൻഡ് വന്നിട്ടുണ്ട്. നല്ല കാര്യം, റിമാൻഡ് വരണം. 2 വാഹനങ്ങൾ പൂർണ്ണമായി അടിച്ച് തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് 25 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ റിമാൻഡിലുള്ളത്. അവരോട് ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ വേണം. ഇതുപോലുള്ള ഒരുപാട് സമരങ്ങൾ ഇനിയും വരും. ആ വരുന്ന സമരങ്ങളൊന്നും സാധാരണക്കാരെ ബാധിക്കാതെ നല്ല രീതിയിൽ സമരം ചെയ്യാൻ പറ്റട്ടെ. അല്ലെങ്കിൽ ഇതുപോലുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും.